സെവൻത്ത് സ്റ്റാൻഡേർഡ് മാത്സിലെ 11ാമത്തെ ചാപ്റ്ററായ സ്ക്വയേഴ്സ് ആൻഡ് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു നമ്പറിന്റെ സ്ക്വയർ അഥവാ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഒന്നെടുത്തു, ഒന്നിന്റെ സ്ക്വയർ 1 റേസ്ഡ് ടു 2 എന്നാണ് എഴുതുക. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒന്നിനെ വീണ്ടും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 അല്ലേ കിട്ടുക? അതായത് സ്ക്വയർ ഓഫ് എ നമ്പർ, സ്ക്വയർ ഓഫ് 1 ഈക്വൽ ടു 1 ആണ് കിട്ടുക. ഇനി സ്ക്വയർ ഓഫ് 2 എന്താണ്? 2 സ്ക്വയർ എന്ന് എഴുതും നമ്മൾ. 2ന്റെ വർഗം, 2നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈക്വൽ ടു 4 കിട്ടും. ഇനി സ്ക്വയർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സ്ക്വയർ ഇങ്ങനെയാണ് എഴുതുക. 3നെ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈക്വൽ ടു 9 കിട്ടും. ഇനി 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4നെ 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, 16 കിട്ടും. ഇനി 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5നെ 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, 25 കിട്ടും. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6നെ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, 36 കിട്ടും. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7നെ 7 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, 49 കിട്ടും. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8നെ 8 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, 64 കിട്ടും. 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9നെ 9 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, 81 കിട്ടും. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10നെ 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, 100 കിട്ടും. ഇങ്ങനെ നമുക്ക് ഏതൊരു നമ്പർ അല്ലെങ്കിൽ ഏതൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ സ്ക്വയർ അഥവാ വർഗം കാണാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ നമ്പറിന്റെ സ്ക്വയർ അഥവാ വർഗം കിട്ടും. ഇപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, 1, 4, 9, 16, 25, 36 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ്, ഇതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണ വർഗങ്ങൾ എന്ന് പറയും. ഈ നമ്പേഴ്സിനൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയും, അഥവാ പൂർണ്ണവർഗങ്ങൾ. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിന്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുക എന്ന് മനസ്സിലായി. ഇനി ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്നും കാണാലോ. അതിനെ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറയും. അതായത് ഇപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1 കാണണം, സ്ക്വയർ റൂട്ട് ഓഫ് വർഗമൂലം എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്താ വരിക? ഇവിടെ നോക്കൂ, നമുക്ക് ഈ 1 കിട്ടിയിട്ടുള്ളത് 1ന്റെ സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 1നെ നമ്മൾ റൂട്ടിനകത്താക്കി എഴുതും, ഈക്വൽ ടു 1 ആണ് കിട്ടുക. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 4 ആണെന്നുണ്ടെങ്കിലോ സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇതെങ്ങനെ കാണാം? റൂട്ടിനകത്ത് ഈ 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ റൂട്ടിനകത്ത് ഒരു നമ്പർ 2 പ്രാവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിന്ന് 1നെ പുറത്താക്കി എഴുതാം. അപ്പോൾ നോക്കൂ, 2 പ്രാവശ്യമില്ലേ? അപ്പോൾ നമുക്കൊരു 2നെ പുറത്തെടുത്ത് എഴുതാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. നോക്കൂ, 2ന്റെ സ്ക്വയർ ആണ് 4. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് എന്താണ്? 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3, റൂട്ടിനകത്ത് 3 2 പ്രാവശ്യം വരുമ്പോൾ ഒരു 3നെ പുറത്തെഴുതാം. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ത് കിട്ടും? ഇതുപോലെ നമുക്ക് 4 കിട്ടൂലേ? 4 × 4 അല്ലേ 16. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും കിട്ടുക. അതേപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 25 5 കിട്ടും. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്ന് പറയുന്നത് 6നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ 36 കിട്ടുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36 ഈക്വൽ ടു 6. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 49 ഈക്വൽ ടു 7 കിട്ടും. അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 64 ഈക്വൽ ടു 8 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 81 ഈക്വൽ ടു 9 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 100 ഈക്വൽ ടു 10 കിട്ടും. ഇതേപോലെ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു നമ്പറിന്റെ സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി സ്ക്വയർ റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ നമുക്ക് ചെറിയ നമ്പേഴ്സ് ആയ കാരണം ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു നമ്പറാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് 196 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കാണണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ഈ 196നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, അതായത് ഘടകക്രിയ ചെയ്യുക. അപ്പോൾ 196നെ ചെറിയ പ്രൈം നമ്പറായ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാലോ. റിമൈൻഡർ 0 അല്ലേ കിട്ടുക. 19ൽ 2 9 പ്രാവശ്യം പോകും, ബാക്കി 1 ഉണ്ടാകും. 16ൽ 8 ടൈംസ് പോകും, അപ്പം 98 കിട്ടും. 98നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9ൽ 2 4 പ്രാവശ്യം പോകും, ബാക്കി 1 ഉണ്ടാകും. 18ൽ 2
9 ടൈംസ് പോകും. ഇനി 49നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടൂല. ഇനി അടുത്ത പ്രൈം നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതിനെങ്ങനെയാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ദേ ഈ 2 ഡിജിറ്റ്സും കൂടെ കൂട്ടുക. 9ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 13 ആണ് കിട്ടുക. 13 എന്ന് പറയുന്നത് ഇതേ 3ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പോൾ 49ഉം 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി അടുത്ത പ്രൈം നമ്പർ 5 ആണ്. 5 കൊണ്ടും ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടൂല. ലാസ്റ്റ് ഡിജിറ്റ് 5ഓ 0 ആകണം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ 5 കഴിഞ്ഞിട്ട് അടുത്ത പ്രൈം നമ്പർ 7 ആണ്. 7 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. നോക്കൂ, 7 × 7 അല്ലേ 49. അപ്പം ഇവിടെ നമുക്ക് ഇതേ 49നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. ഇനി ഈ 196നെ നമുക്ക് എങ്ങനെ എഴുതാം? ദേ അതിൻ്റെ ഫാക്ടേഴ്സായ 2 × 2 × 7 × 7 എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞു റൂട്ടിനകത്ത് ഒരു നമ്പർ 2 പ്രാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ഒന്നിനെ പുറത്തെടുക്കാം. അപ്പം 2നെ പുറത്തെടുത്തു. ഇനി ഇതേ 7ഉം 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ 7നെയും പുറത്തെടുത്തു. 2 × 7 = 14. അപ്പോൾ റൂട്ട് ഓഫ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 196 = 14 കിട്ടും. അപ്പോൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതുപോലെ എഴുതാം. ഇനി കുറച്ച് വലിയ നമ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, അതായത് ഘടകക്രിയ ചെയ്യുക. എന്നിട്ട് റൂട്ടിനകത്ത് ഓരോ നമ്പേഴ്സും 2 പ്രാവശ്യം ഉണ്ട് എങ്കിൽ ഓരോന്നിനെ പുറത്തെടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ റൂട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇതേ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1.96 ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ 196ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് നമുക്കറിയാം, 14 ആണ്. അപ്പോൾ നോക്കൂ, 1.4 × 1.4 14 × 14, അതായത് ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 196 കിട്ടും. ഇനി ഇവിടെ ഇത് രണ്ടിനകത്തും കൂടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതേ ഇതിനകത്തും പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1.96നെ നമുക്കിത് സ്ക്വയർ റൂട്ട് ഓഫ് 1.4 × 1.4 എന്ന് എഴുതാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1.96 എന്തായിരിക്കും? ഇതേ റൂട്ടിനകത്ത് 2 പ്രാവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് 1 പുറത്തെടുത്തൂടെ. അപ്പോൾ 1.4 വരും. ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 1.96 കിട്ടുക. ഇനി ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡെസിമൽ കളയാനായിട്ട് ഈ 1.96നെ ഇവിടെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുക, അതേപോലെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും ചെയ്യുക. നമ്മൾ മുകളിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, താഴെ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ 1.96 എന്നുള്ള നമ്പർ മാറിപ്പോകും. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ 2 100ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് 1.96 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കാനായിട്ട് മുകളിലും താഴെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ആണുള്ളത്. അപ്പോൾ 2 0 ഉള്ള നമ്പർ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കൂ, മുകളിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 196 കിട്ടും, താഴെ 100 ഉണ്ടാകും. ഇനി എന്ത് ചെയ്യുക? ഈ റൂട്ട് 196ഉം കാണുക, റൂട്ട് 100ഉം കാണുക. റൂട്ട് 196 എന്ന് പറയുന്നത് 14 ആണ്. റൂട്ട് 100 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 14/10 എന്ന് പറയുമ്പോൾ 1.4 കിട്ടും. ഈ ഒരു രീതിയിലും നമുക്ക് ചെയ്യാം. ഒരു നമ്പറിന്റെ സ്ക്വയർ അഥവാ വർഗം എന്താണ്, അതേപോലെ സ്ക്വയർ റൂട്ട് വർഗമൂലം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ അല്ലേ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് സമചതുരം, 4 വശങ്ങളുടെ നീളവും തുല്യമായിട്ടുള്ള ഒരു ചതുരമാണ് സമചതുരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒരു 3 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡ്സും 3 സെന്റിമീറ്റർ ആയിരിക്കും. എല്ലാ സൈഡ്സും ഈക്വൽ ആണല്ലോ. ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഒക്കെ 3 സെന്റിമീറ്റർ വെച്ച് തന്നെ ആയിരിക്കും ഉണ്ടാകുക. സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡ്സും ഈക്വൽ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഏരിയ കാണണം. അപ്പൊ ഏരിയ ഈക്വൽ ടു, എങ്ങനെയാ ഏരിയ കാണും ഒരു സ്ക്വയറിന്റെ ഏരിയ? 3 × 3 അല്ലേ. 3 × 3 ഈക്വൽ ടു 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എന്താ? 9. അപ്പോൾ ഒരു സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്യുക? ആ സൈഡിന്റെ സ്ക്വയർ എടുക്കുക. ഇനിയിപ്പോൾ സൈഡ് 3 സെന്റിമീറ്ററിന് പകരം ഒരു 1.5 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിലോ, 1.5 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിലോ ഏരിയ എങ്ങനെ വരും? ഏരിയ ഈക്വൽ ടു 1.5 × 1.5.
അതായത് ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 1.5 ആണ്. അപ്പോൾ 1.5 ഇൻറ്റു 1.5, 1.5ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ഈ 1.5 എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് ഉള്ളത്, അതായത് മിശ്ര ഭിന്നത്തിലാണ്. നമുക്ക് ഇതിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം, അതായത് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യുക, ഈ 1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 2 കിട്ടും. എന്നിട്ട് അതിലേക്ക് ഈ 1 കൂട്ടുക, അപ്പോൾ 3 വരും. 3/2 ഇൻറ്റു ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് 3/2 കിട്ടും, ഈക്വൽ ടു 3 ഇൻറ്റു 3 ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 9 വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതല്ലേ, അതായത് ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണ് ഉള്ളത്. നമുക്കതിനെ വീണ്ടും മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്യുക, ഈ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9ൽ 4 2 പ്രാവശ്യം, 2 ഇൻറ്റു 4 8 വരും. 9ന്ന് 8 പോയാൽ ബാക്കി 1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഈ ആൻസർ ഉണ്ടല്ലോ, അത് ഇവിടെ എഴുതി കൊടുക്കുക 2. ഇവിടെ കിട്ടിയ റിമൈൻഡർ അത് 1/, ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഡിനോമിനേറ്ററിൽ 4n അല്ലേ, അതിട്ട് കൊടുക്കുക. 2 1/4, 2 1/4 സെൻറ്റിമീറ്ററിലല്ലേ തന്നത്, അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ആ സ്ക്വയറിൻ്റെ ഏരിയ വരിക. ഇവിടെ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനിയിപ്പോൾ ഇതേപോലെ നമുക്കൊരു ഡെസിമൽ നമ്പർ ആണ് സൈഡ് എന്നുണ്ടെങ്കിലോ, ഇപ്പോൾ എക്സാമ്പിൾ 1.2 ആണെന്നുണ്ടെങ്കിൽ ഏരിയ എന്തായിരിക്കും, ഏരിയ ഈക്വൽ ടു 1.2 ഇൻറ്റു 1.2 സൈഡിൻ്റെ സ്ക്വയർ അല്ലേ, അതായത് 1.2ൻ്റെ സ്ക്വയർ എടുക്കുക. 1.2 ഇൻറ്റു 1.2, അതായത് ഡെസിമൽ ഒന്നും ഇല്ലാതെ 12 ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, 144 അല്ലേ. ഇനി 1.2ഉം 1.2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക. 1.44 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൈഡ് ലെങ്ത് എത്രയാണോ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അതിൻ്റെ ഏരിയ കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് ഏരിയ തന്നു എന്ന് വിചാരിക്കുക, നമുക്ക് ആ സ്ക്വയറിന്റെ സൈഡും കാണാലോ. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ ഏരിയ 9 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നു, സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 9ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അതേപോലെ ഇവിടെ 2 1/4ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, നമുക്ക് സൈഡ് ലെങ്ത് കിട്ടും. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിലോ 1.44ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, സൈഡ് ലെങ്ത് 1.2 കിട്ടും. അതായത് ഇപ്പൊ ഇതിനെ നമ്മൾ സ്ക്വയറും സ്ക്വയർ റൂട്ടൊക്കെ വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, നമ്മൾ ഏരിയ കണ്ടത് എങ്ങനെയാണ്, 3 സ്ക്വയർ ഈക്വൽ ടു 9. നോക്കൂ, 3 സ്ക്വയർ ഈക്വൽ ടു 9. അതേപോലെ രണ്ടാമത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ 1.5ന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത്, 2 1/4. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിലോ 1.2ന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത്, 1.44. ഇനി ഏരിയ തന്നു കഴിഞ്ഞാൽ സൈഡ് ലെങ്ത് കാണാൻ ആ ഏരിയന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ നമ്മളിത് ഇവിടെ 9ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈക്വൽ ടു 3. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 2 1/4 അല്ലേ, 2 1/4ന്റെ സ്ക്വയർ റൂട്ട്, ഒരു സൈഡിന്റെ ലെങ്ത് എന്താണ്, 1.5. ഇനി 1.44ന്റെ സ്ക്വയർ റൂട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 1.44, 1.2 അല്ലേ വരിക, 1.2. അപ്പോൾ ഒരു സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് തന്നിട്ട് ഏരിയ കാണാനാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് ലെങ്ത്തിന്റെ സ്ക്വയർ എടുക്കുക. ഇനി ഏരിയ തന്നിട്ട് സൈഡ് ലെങ്ത് കാണാനാണെന്നുണ്ടെങ്കിൽ ആ ഏരിയന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, ആ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്രയാണെന്ന് കിട്ടും. ഇനി നമുക്ക് പേജ് നമ്പർ 149 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നൗ കമ്പ്യൂട്ട് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ് വിത്ത് ഏരിയ ഗിവൺ ബിലോ, റൈറ്റ് ദ ആൻസേഴ്സ് യൂസിങ് സ്ക്വയർ റൂട്ട്സ്. കുറച്ച് സ്ക്വയേഴ്സിന്റെ ഏരിയ തന്നിട്ടുണ്ട്, അതായത് സമചതുരങ്ങളുടെ പരപ്പളവുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ സ്ക്വയേഴ്സിന്റെ സൈഡ് ലെങ്ത്, അതായത് ആ സമചതുരങ്ങളുടെ വശങ്ങളുടെ നീളം കാണണം. അപ്പൊ അതിൽ ഒന്നാമത്തെ തന്നിട്ടുള്ളത് 49 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നിട്ട് സൈഡ് ലെങ്ത് ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഏരിയന്റെ സ്ക്വയർ റൂട്ട് കാണാം. ഇനി സൈഡ് ലെങ്ത് തന്നിട്ട് ഏരിയ കാണാനാണെന്നുണ്ടെങ്കിൽ ആ സൈഡിന്റെ സ്ക്വയർ കാണാം. അപ്പൊ നമുക്ക് ഇവിടെ ഏരിയ അല്ലേ തന്നിട്ടുള്ളത്, സൈഡ് ലെങ്ത് ആണല്ലോ കാണേണ്ടത്. അപ്പൊ തന്നിട്ടുള്ള ഏരിയന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് 49 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്, അതായത് ഏരിയ ഓഫ് ദി സ്ക്വയർ
സമചതുരത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു 49 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് തന്നിട്ടുള്ളത്. ഇനി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ലെങ്ത് ഓഫ് ദി സൈഡ്സ്, വശങ്ങളുടെ നീളം, ഈ ഏരിയ 49ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 49ന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാലോ, 7 × 7 അല്ലേ 49. അപ്പോൾ 7 ആണ് വരിക. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 7 കിട്ടും. 7 സെന്റിമീറ്റർ, അതായത് റൂട്ട് ഓഫ് 49 ഈക്വൽ ടു 7. ഇങ്ങനെയാണ് നമുക്ക് സൈഡ് ലെങ്ത് കിട്ടുക, ഇത്രയും സെന്റിമീറ്റർ. ഇനി അതിൽ രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയ 169 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ തന്നത് ഏരിയ ഓഫ് ദി സ്ക്വയർ, സമചതുരത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു 169 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ലെങ്ത് ഓഫ് വൺ സൈഡ് കാണാൻ എന്ത് ചെയ്യുക? ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 169ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഈ 169ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ 169നെ 13 × 13 എന്ന് എഴുതാം. നമുക്കറിയാം 13 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. 13ന്റെ ഫാക്ടേഴ്സ് 1ഉം 13ഉം മാത്രമേ ഉള്ളൂ. ഈ 169 എന്ന് പറയുന്നത് 13നെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പർ ആണ്. അപ്പൊ ഈ 169ന്റെ സ്ക്വയർ റൂട്ട് 13 വരും. അതായത് റൂട്ട് ഓഫ് 169 ഇസ് ഈക്വൽ ടു 13 ആണ് വരിക. ഇനി അതിൽ മൂന്നാമത്തത് 400 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഏരിയ ഓഫ് ദി സ്ക്വയർ 400 സെന്റിമീറ്റർ സ്ക്വയർ വരും. ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 400 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ലെങ്ത് ഓഫ് ദി സൈഡ്സ് വേണ്ടേ? അപ്പൊ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 400 എടുക്കുക. ഇവിടെ 2 0 ഇല്ലേ? അതേപോലെ ഇവിടെ 4 ആണുള്ളത്. നമുക്കറിയാം 2 × 2 ആണ് 4 എന്ന് പറയുന്നത്. അപ്പൊ ഈ 4ന് പകരം 2 × 2 എന്ന് എഴുതാം. ബാക്കിയുള്ള ആ 2 0 ഒന്നിനെ എവിടെ ഇട്ട് കൊടുത്തു, ഒന്നിനെ എവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ 20 × 20 മൾട്ടിപ്ലൈ ചെയ്താൽ 400 അല്ലേ കിട്ടുക? നോക്കൂ, 2 × 2 4 വരും. ബാക്കിയുള്ള 2 0 അത് ഇട്ട് കൊടുക്കുമ്പോൾ 400 അല്ലേ കിട്ടുന്നത്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്ന് പറയുന്നത് റൂട്ടിനകത്ത് 2 പ്രാവശ്യം 20 ഉണ്ട്. ഒരു 20നെ പുറത്ത് എടുക്കാം. അപ്പൊ 20 സെന്റിമീറ്റർ കിട്ടും. ഇനി ഇതേ രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയൂലെന്നുണ്ടെങ്കിൽ ഈ 400നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, അതായത് ഘടകക്രിയ ചെയ്യുക. നമുക്ക് 400നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 200 കിട്ടും. ഇതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 100 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. ഇനി 25നെ 2 കൊണ്ടും 3 കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടൂല. പക്ഷെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കിട്ടും. അപ്പോൾ ഈ റൂട്ട് 400ന് സ്ക്വയർ റൂട്ട് ഓഫ് 1 2 3 4 4 പ്രാവശ്യം 2 1 2 3 4 ഇൻറ്റു 5 2 പ്രാവശ്യം 5 × 5. ഇവിടെ റൂട്ടിനകത്ത് 2 പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഒന്നിനെ പുറത്തെടുക്കാം. വീണ്ടും 2 പ്രാവശ്യം ഉണ്ടാകുമ്പോൾ 2 പുറത്തെടുക്കാം. 5 2 പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഒരു 5നെ പുറത്തെടുക്കാം. ഇത് 2 × 2 4 വരും. 4 × 5 20 വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 ഈക്വൽ ടു 20 സെന്റിമീറ്റർ ആണ് ഒരു സൈഡിൻ്റെ ലെങ്ത് കിട്ടുക. ഇവിടെ 13 സെന്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 225 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 225 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 225 225ന്റെ വർഗ്ഗമൂലം കാണും. അപ്പോൾ ഇതൊരു വലിയ നമ്പർ ആണല്ലേ. നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം, അതായത് ഘടകക്രിയ ചെയ്യാം. അപ്പോൾ ഈ 225നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടൂല. ഇതൊരു ഓഡ് നമ്പറാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിന് ഇതിലുള്ള 3 ഡിജിറ്റ്സും കൂടെ കൂട്ടുക.
രണ്ടും 4, 4ഉം 5ഉം 9 കിട്ടും. 9 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ഈ 225 എന്ന് പറയുന്നതും 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 22ൽ 3 7 പ്രാവശ്യം, ബാക്കി 1 ഉണ്ടാകും. 15 കിട്ടും. 15ൽ 3 5 ടൈംസ് പോകും. 75 കിട്ടും. 75നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 25 കിട്ടും. ഇനി 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടൂല. പക്ഷെ നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലാസ്റ്റത്തെ ഡിജിറ്റ് 5 അല്ലേ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ നോക്കൂ, ഈ 225നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 3 × 3 × 5 × 5 എന്ന് എഴുതാം. അപ്പോൾ റൂട്ടിനകത്ത് ഒരു നമ്പർ 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 1 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഒരു 3നെ പുറത്തെടുക്കാം. അതേപോലെ ഇവിടെ 5ഉം 2 പ്രാവശ്യമില്ലേ, അപ്പോൾ ഒരു 5നെ പുറത്തെടുക്കാം. അപ്പോൾ 3 × 5 15. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡിൻ്റെ ലെങ്ത് ഉണ്ടാകുക. അതായത് √225 = 15 സെൻറ്റിമീറ്റർ. ഇനി അഞ്ചാമത്തത് 1.69 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ = 1.69 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. സ്ക്വയർ റൂട്ട് ഓഫ് 1.69. 169ന്റെ സ്ക്വയർ റൂട്ട് 13 ആണെന്ന് നമുക്കറിയാം. 1.3ന്റെ സ്ക്വയർ ആകൂലേ 1.69 എന്ന് പറയുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? ഡെസിമൽ ഒഴിവാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1.69നകത്ത് 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കാനായിട്ട് അതിന് 2 പൂജ്യമുള്ള നമ്പർ, അതായത് 1.69നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഡെസിമൽ പോയി കിട്ടും. എന്നിട്ട് 169 ആകും. താഴെ 100ഉം ഉണ്ടാകും. ഇനി ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ റൂട്ട് കാണുക. അപ്പോൾ √169 ഡിവൈഡഡ് ബൈ √100 വരും. അപ്പോൾ അതേ നോക്കൂ, 169ന്റെ സ്ക്വയർ റൂട്ട് 13, 100ന്റെ സ്ക്വയർ റൂട്ട് 10, 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.3 വരും. അപ്പോൾ 1.3 കിട്ടും. അപ്പോൾ 169ന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 13 ആണെന്ന്. അതേപോലെ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് നേരെ 1.3 എന്ന് എഴുതാം. ഇനി അതിന് കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡെസിമൽ ഒഴിവാക്കിയിട്ട് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും സെപ്പറേറ്റ് ആയി സ്ക്വയർ റൂട്ട് കണ്ടിട്ട് ലാസ്റ്റ് ഡിവൈഡ് ചെയ്ത് 1.3 ഈ രീതിയിലും ചെയ്യാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1.69 = 1.3 സെൻറ്റിമീറ്റർ. ഇതാണ് ആ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് ഉണ്ടാകുക. ഇനി അടുത്തത് 6 1/4 സ്ക്വയർ മീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് ദി സ്ക്വയർ = 6 1/4 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ഇനി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 6 1/4. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മിക്സഡ് ഫ്രാക്ഷനിലുള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ നമുക്ക് അതിമ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 6 × 4 24 വരും. 24ക്ക് 1 കൂട്ടിയാൽ 25. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ഡിനോമിനേറ്റർ 4 ആണ്, അതന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാലോ. ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് സെപ്പറേറ്റ് ആക്കി കാണുക. അതേപോലെ ഡിനോമിനേറ്ററിൻ്റെയും സെപ്പറേറ്റ് ആക്കി കാണുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. 5/2. ഇനി ഇതിനെ നമുക്ക് ഒന്നുകിൽ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5ൽ 2 പ്രാവശ്യം പോകും. 2 × 2 4 വരും. 5ന്ന് 4 പോയാൽ ബാക്കി 1. അപ്പോൾ ഇവിടെ നമുക്ക് കോഷ്യൻ്റ് കിട്ടിയത് 2 അല്ലേ. ആ 2 ആദ്യം എഴുതി കൊടുക്കുക. ഇവിടെ കിട്ടിയ റിമൈൻഡർ 1. താഴെ ഉണ്ടായിരുന്ന ആദ്യത്തെ 2 തന്നെ അത് ഇവിടെ ഇട്ട് കൊടുക്കുക. 2.5 2.5 ഇത്രയും സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 6 1/4 = 2 1/2 സെൻറ്റിമീറ്റർ.
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് 6 സ്ക്വയേഴ്സിന്റെ ഏരിയാസ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് 6 സമചതുരങ്ങളുടെ പരപ്പളവുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ 6 സ്ക്വയേഴ്സിന്റെയും സൈഡ്സിന്റെ ലെങ്ത് നമ്മൾ കണ്ടു.